പരിചയസമ്പന്നരായ അധ്യാപകർ, ഹൈസ്പീഡ് വൈഫൈ ക്യാമ്പസ്, ആധുനിക ലാബുകൾ എന്നിങ്ങനെ മികച്ച സൗകര്യങ്ങൾക്ക് പുറമെ കരിയർ ഗൈഡൻസും തൊഴിലവസരങ്ങളും ഉറപ്പാക്കുന്ന സജീവമായ പ്ലേസ്മെന്റ് സെല്ലും കോളേജിന്റെ പ്രത്യേകതയാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കായി മികച്ച ഹോസ്റ്റൽ സൗകര്യവും കൊച്ചിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കോളേജ് ബസ്സും ഒരുക്കിയിട്ടുണ്ട്. മികച്ചൊരു ഭാവിക്കായി ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. MES കോളേജ്, കൊച്ചി, മുണ്ടംവേലി. കവിത സ്പോർട്സ് ആൻഡ് ലിഷർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കവിത സ്പോർട്സ് ആൻഡ് ലിഷർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനും SLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു. ഏതൻ ബൈ കവിത ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടന്നത്. ശ്രീലക്ഷ്മി NR ഈശ്വർ പ്രാർത്ഥന ചൊല്ലി. ക്ലബ് സെക്രട്ടറി MK വിക്രമൻ സ്വാഗതം പറഞ്ഞു. ക്ലബ് പ്രസിഡന്റ് ഷൈജു ജോയ് അധ്യക്ഷത വഹിച്ചു. ക്ലബ് രക്ഷാധികാരി KO വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. നോർത്ത് പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ രമേശ് ടി കുറുപ്പ്, ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന സജീവ് എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി. ആശംസകൾ നേർന്നുകൊണ്ട് നോർത്ത് പറവൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് CA രാജീവ്, സിനിമ ആർട്ടിസ്റ്റ് വിനോദ് കെടാമംഗലം എന്നിവർ സംസാരിച്ചു. സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ദയ പാസ്കൽ ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു. ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വീണ അശ്വിൻകുമാർ, രജനി ചന്ദ്രമോഹൻ, TA മജീദ്, ജിന്റ് അനിൽകുമാർ, MS രതീഷ്, പറവൂർ മുനിസിപ്പൽ കൗൺസിലർമാരായ ലിജി ലൈഘോഷ്, ജയദേവാനന്ദൻ, K രാമചന്ദ്രൻ, CV ശ്രീജിത്ത് എന്നിവർ സന്നിധരായിരുന്നു. ക്ലബ് കമ്മിറ്റി അംഗം സെൽവരാജ് കൃതജ്ഞത രേഖപ്പെടുത്തി. പക്ഷേ ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് ഒരു സോഷ്യൽ ഡ്രിങ്കിങ് എന്നൊക്കെ നമ്മൾ പറയുന്ന ബലകാലത്തുമുള്ള ഒരു ഉപയോഗം, അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യങ്ങളിൽ മാത്രമുള്ള ഒരു ഉപയോഗമൊക്കെ ഒരു പക്ഷേ ഒരു ശീലമായിരിക്കാം. പക്ഷേ ലഹരി നിങ്ങൾക്ക് ശീലമായി, അതായത് ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ, ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നീട് അങ്ങോട്ട് ഒരു ശീലമോ അഹങ്കാരമോ നിങ്ങളുടെ വളർത്തുദോഷമോ വേറെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമോ ഒന്നുമല്ല, അതൊരു രോഗമാണ്. മറ്റേതൊരു രോഗത്തെ പോലെയും ഒരു രോഗമായി കരുതേണ്ട കാര്യമാണത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. എന്തുകൊണ്ടാണെന്നറിയോ? അതൊരു രോഗമാണെന്ന് മനസ്സിലാക്കിയാലേ അത് ചികിത്സിക്കണമെന്ന് നമുക്ക് അറിയൂ. നമ്മുടെ ആശയം നമ്മൾക്ക് പിന്നോക്കം നിൽക്കുന്നവരെ പോലും നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ അവരെ നമ്മൾ ഇതേപോലെ ആദരിച്ച് പ്രോത്സാഹനം ആവശ്യമാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിത വഴി തന്നെയാണ് അന്ന് നമ്മുടെ കമ്മിറ്റിയിൽ പറഞ്ഞത്. കാരണം പഠിത്തത്തിൽ പിന്നോക്കമാണെങ്കിലും ഇന്ന് നമുക്കറിയാം ബിസിനസ്സിൽ ഇന്ന് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഈ ആശയം കൊണ്ടുവരാൻ കാരണം. നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ പലരറിയാം വിളിക്കാനാണ് അവർ നല്ല ഹോസ്റ്റലിലെത്തും. പക്ഷെ പിന്നോക്കം നിൽക്കുന്നവരുടെ ജീവിതം നോക്കുമ്പോൾ അറിയാം അവരും ഇന്ന് സമൂഹത്തിലെ അതിപ്രഗതരായിട്ട് നിൽക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ആർക്കും വേണ്ടാത്ത കാര്യങ്ങൾ അത് നമ്മൾ കണ്ടെത്തണം. അതാണ് അവസരങ്ങളാണ്. ആ അവസരങ്ങൾ കണ്ടെത്തി അത് വേണ്ട വിധത്തിൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി അത് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നമ്മളതിൽ വിജയിക്കും. ഇനി വേറൊരു കാര്യം കൂടി ഞാനൊന്ന് പറയാം. കഴിഞ്ഞ 19 ജൂൺ 19 ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഭയങ്കര ലക്ഷ്യങ്ങളുണ്ടാവാം. കുട്ടികളായ നിങ്ങൾക്ക് വളരെ വലിയ ലക്ഷ്യങ്ങളുണ്ടാവാം. അതതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ ജീവിതത്തിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2-3 കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ നോക്കുന്നുണ്ട്. ആ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയപ്പോഴാണ് ഞാൻ ഈ കുട്ടികളുടെ വിവരങ്ങൾ അറിഞ്ഞത്. ഒരു കാസർഗോഡുള്ള ഒരു ജീസൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഥ. A+ വാങ്ങി ഫുൾ A+ മാത്രമാണ് പരിഗണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കവിതാ ഗ്രൂപ്പ് ഇങ്ങനെ എല്ലാവരെയും കിട്ടുന്നത്? അതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം നമുക്കുണ്ട്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള വ്യക്തികൾ എല്ലാവരും ഫുൾ A+ പഠിക്കുന്നവരല്ല. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാവരും വിജയിച്ചിട്ടുള്ളത് പ്രായോഗിക ബുദ്ധിയും അതുപോലെ തിരിച്ചറിവും
ജീവിതത്തിലെ തിരിച്ചറിവുകളും അവസരങ്ങളെ കണ്ടെത്തുകയും അവ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയും ഒരവസരങ്ങളും നഷ്ടപ്പെടുത്താതെ കിട്ടിയ അവസരം അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നവരുമാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള. ന്യൂസ് ബ്യൂറോ, പറവൂർ.